മോഹൻലാലിൻ്റെ സത്യനന്ദിക്കാടിൻ്റെ കോംബോ ആയിട്ടുള്ള ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ കണ്ടു. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പടത്തിൻ്റെ ഒരു ജോൺറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രാമ, ഇമോഷണൽ വിത്ത് ഹ്യൂമർ ടച്ച് ഉള്ളൊരു പടമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ബിക്കോസ് സത്യനന്ദിക്കാടിൻ്റെ പടങ്ങളെല്ലാം എനിക്ക് പൊതുവേ ഞാൻ എല്ലാം കാണാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന പടങ്ങളിൽ ഒരു ബോറടി അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പടത്തിൽ കുറച്ച് നമുക്ക് കണക്റ്റ് ആവാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലൈക്ക് മോഹൻലാൽ ഇപ്പോൾ ഇത്രയും പ്രായമായിട്ടും സ്റ്റിൽ പുള്ളിയുടെ ഒരു ഡോട്ടറിൻ്റെ ഏജിൽ വരുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് റൊമാൻസ്. സോ അതൊക്കെ നമുക്ക് കാണുമ്പോഴേക്കും ഒരു ചെറിയൊരു എനിക്ക് അത് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള സബ് ക്യാരക്ടറായിട്ടുള്ള ജെറി അമൽദേവിൻ്റെ ക്യാരക്ടർ വളരെ നല്ല രീതിയിൽ ചെയ്തു. പുള്ളി വരുമ്പോൾ തന്നെ സ്ക്രീനിൽ തമാശയാണ്. അത് ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അത് വളരെയധികം എൻജോയ് ചെയ്തു. പിന്നെ മോഹൻലാലിൻ്റെയും ജെറി അമൽദേവിൻ്റെയും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തു. പിന്നെ ഇതിനകത്ത് വരുന്ന സംഗീത ആൻഡ് മാളവിക മദർ ആൻഡ് ഡോട്ടറാണ്. അപ്പം സംഗീതയുമായിട്ടൊരു കെമിസ്ട്രി, ഡോട്ടറുമായിട്ടൊരു കെമിസ്ട്രി, മാളവികയായിട്ടൊരു കെമിസ്ട്രി, അതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് ഓക്കെ. ലൈക്ക് വലുതായിട്ട് നമുക്ക് അങ്ങോട്ട് ചിരിക്കാനുള്ളതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആ പടത്തിൻ്റെ മൂഡ് തന്നെ കണ്ട് പോകാമെന്നുള്ളതാണ്. സിദ്ദിഖിൻ്റെ ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് മ്യൂസിക് വൈസ് നല്ല മ്യൂസിക്കാണ്. നമ്മുടെ ജസ്റ്റിൻ പ്രഭാകരനാണെന്ന് തോന്നുന്നു എനിക്ക് മ്യൂസിക് ഡയറക്ടർ. പുള്ളി നല്ല രീതിയിൽ എൻ്റെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഓവറോൾ പടം നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ മൂവി നമുക്ക് ബോറടി കൂടാതെ ജസ്റ്റ് കണ്ടുപോകാം എന്നുള്ളത് മാത്രമേ ഞാൻ കാണാവുള്ളൂ. വലിയ ട്രാജഡിയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കിടന്ന് ചിരിച്ച് തമാശ അങ്ങനെയുള്ളതൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് പോകാം എന്നുള്ളതായിപ്പോഴൊരു പടം മാത്രമാണത്. ആൻഡ് ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് തിയേറ്ററിൽ ഫുൾ ഹൗസ് ആയില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ കണ്ടത് പടം ഇറങ്ങിയിട്ട് 3rd or 4th ആണ് കണ്ടത്. സൺഡേ ആണ് കണ്ടത്. ഫസ്റ്റ് സംതിങ് ആണ് പടം ഇറങ്ങുന്നത്. പക്ഷെ പടത്തിൻ്റെ ഒരു സീറ്റ് ഒക്യുപ്പൈഡ് നോക്കുമ്പോഴേക്കും എൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്ത് അപ്പുറത്തും ഇപ്പുറത്തൊന്നും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. സോ അത് കണ്ടപ്പോഴേക്കും ഞാൻ വിചാരിച്ചു, ഇനി ആൾക്കാർ ക്യാൻസൽ ചെയ്തതാണോ അതോ വരാൻ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വരാത്തതാണോ, ഐ ഡോണ്ട് നോ. അത് ഒരു സംശയമായിരുന്നു. പക്ഷേ ലോക എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കുറച്ചും കൂടി തിരക്കും സീറ്റ് കിട്ടാതെയൊക്കെ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂസും കുറച്ചുകൂടി നല്ലതാണ് ഈ ബുക്ക് മൈ ഷോയിൽ. അപ്പം എനിക്ക് തോന്നുന്നു അതായിരിക്കും ഈ ഓണം വിന്നർ എന്ന് തോന്നുന്നു. ബട്ട് എനിവേ, നമുക്ക് ഒരു സത്യനന്ദിക്കാട് മോഹൻലാൽ പടത്തിൽ നിന്ന് എന്താണോ കിട്ടേണ്ടത് അതിൽ നിന്നും മുഴുവൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമുക്കത് എൻജോയ് ചെയ്ത് പടം മുഴുവൻ കാണാം. ഇതാണ് എൻ്റെ പടത്തിൻ്റെ റിവ്യൂ. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് യൂട്യൂബ് വീഡിയോ. താങ്ക് യു.